ക്യാൻസറിനെ മനസ്സിലാക്കുകയാണെങ്കിൽ പേടിക്കേണ്ട അസുഖമല്ല, മറ്റെല്ലാ അസുഖം പോലെ തന്നെ തടയാനും കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കുന്ന ഒരു അസുഖമായിട്ട് തന്നെ കാണേണ്ടി വരും. 90% ശ്വാസകോശാർബുദ രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്നത് പുകവലിയാണ്. ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും പ്രയാസകരമാവുന്നത് ലങ് ക്യാൻസറിനാണ്. ലങ് ക്യാൻസർ വന്നൊരു രോഗിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 10% വരെ സാധ്യത, അത്രേ ഉള്ളൂ. അവളുടെ ബ്ലഡ് ക്യാൻസർ മാറി അസുഖം മാറി വന്ന കുട്ടിയാണ്. പള്ളിയിൽ പോകുമ്പം വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുന്നത്, അതായത് ഇവൾക്ക് ക്യാൻസർ ആയിരുന്നു, അവൾക്ക് ക്യാൻസർ ആയത്. കുട്ടിയെ കാണാൻ ആൾക്കാർ വരുന്നതിൽ അവർ കാണുന്ന ജനലിൻ്റെ പുറത്ത് നിന്ന് ജനൽക്കമ്പിക്ക് ഇടയിലൂടെ കുട്ടിയെ നോക്കുക, അതായത് ഒരു കാഴ്ച വസ്തുവിനെ കാണുന്ന പോലെ. അത് കുട്ടിക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിങ്ങിങ് ദം ദെയർ പോസിറ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഈ കീമോതെറാപ്പികളുടെ ഒരു പ്രാധാന്യമൊക്കെ ഇവിടെ നമുക്ക് രോഗിയുടെ പ്രായം, സ്റ്റേജും ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറിനെ പോലെ തന്നെ പ്രധാനമാണ് ഫൈനാൻസ്. പരീക്ഷണാർത്ഥത്തിലുള്ള ചികിത്സാ രീതികളല്ലാത്ത ഒരു ചികിത്സയ്ക്കും ഞാൻ പറഞ്ഞ പുറത്തു പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഗെറ്റ് ദി സെയിം തിങ്. ഇന്ത്യയിലെ ഏത് നല്ല സെൻറ്ററിൽ പോയാലും യു വിൽ ഗെറ്റ് ദി സെയിം ട്രീറ്റ്മെൻറ്റ് ലൈക്ക് യു ഗെറ്റ് ഔട്ട് സൈഡ്. നമുക്ക് അന്ന് വിരലെണ്ണാവുന്ന മരുന്നുകളുണ്ടായിരുന്നുള്ളൂ, അതും നമുക്ക് വരണം, പുറം രാജ്യങ്ങളിൽ നിന്ന് വരണം. ഇന്ന് നമുക്ക് എവിടെ ഏത് മരുന്ന് പുറത്തിറങ്ങിയാലും അതേ ദിവസം ഒരാഴ്ചയ്ക്കോ ആ മരുന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടും.